السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن البراء بن عازب رضي الله عنهما قال لي رسول الله صلى الله عليه وسلم إذا أتيت مضجعك فتوضأ وضوءك للصلاة ثم التجع على شقك الأيمن وقل اللهم أسلمت نفسي إليك وفوضت أمري إليك والجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت فإن مت على الفطرة وجعلهن آخر ما تقول മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ പല പ്രതീക്ഷകളുമുണ്ട്. 100% കിട്ടും എന്ന പ്രതീക്ഷയുള്ള ഏക കാര്യം മരണം മാത്രമാണ്. അത് ഏത് വഴിയും കടന്നു വരും. കൊട്ടിയടക്കാൻ പറ്റാവുന്ന വാതിലുകളൊക്കെ തട്ടിമുട്ടി അടച്ചാൽ പോലും ഖുർആൻ പറഞ്ഞ പല പ്രയോഗങ്ങളിൽ നിന്നും വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. അടച്ചു മൂടപ്പെട്ട കോട്ടകളുടെ അകത്ത് കയറിയിരുന്നാലും അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അള്ളാഹു മരണം എന്ന പ്രതിഭാസത്തിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനെ മറികടക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ തോറ്റുപോകാൻ പാടില്ല. പല മീറ്റിങ്ങുകളിൽ ഇരുന്നവരാണ് നമ്മൾ, പല കാര്യത്തിനു വേണ്ടി മണിക്കൂർ കണക്കിന് അവനവരെ വിജയിപ്പിക്കാൻ, മറ്റുള്ളവരെ വിജയിപ്പിക്കാനും അവരുടെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനും മത, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലൊക്കെ ഇരുന്നു കൊടുത്ത ആൾക്കാരാണ്. കുടുംബത്തിന്റെ കാര്യം വഷളാകാതിരിക്കാൻ വേണ്ടി, പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇരുന്നു കൊടുത്തവരാണ്. പക്ഷെ നമ്മുടെ കഥ, നമ്മുടെ ജീവിതം, നമ്മുടെ വിജയം, നമുക്ക് സ്വന്തമായൊരു വിജയം സ്വന്തമാക്കാൻ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ കഴിയാതെയായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. ദീർഘകാലം മുത്തഖിയും മുഅ്മിനുമൊക്കെയായി ജീവിച്ച് ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾ അനുഭവിച്ച ഒരാൾ ഒരു 10 ദിവസം പായയിലായാൽ അല്ലെങ്കിൽ കിടക്കയിലായി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കഥ പറയാണ്ടാവില്ല. നമ്മളൊക്കെ സാധാരണ പറയാനല്ലേ പഠിക്കൽ കരമുടക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി നാം ഇരുന്നാൽ നമ്മുടെ വിരിപ്പിൽ കിടന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ പോലും ഒരു നല്ല മരണത്തിന്റെ ഉടമയായി തീരാൻ നമുക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ ഷഹീദാകാൻ ആഗ്രഹിച്ചു, അതിനുള്ള അവസരങ്ങളൊന്നും അയാൾക്ക് കിട്ടിയില്ല. അവസാനം അയാൾ മരിക്കുന്നത് സ്വന്തം വിരിപ്പിൽ കിടന്ന് സ്വാഭാവികമായ ഒരു മരണമാണെങ്കിൽ ആ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂവണിയിച്ചു കൊടുക്കുന്നത് ഷഹീദിന്റെ കൂലി നൽകിയിട്ടായിരിക്കും. വയറുവേദന വലിയൊരു പ്രയാസമുള്ള കേസൊന്നുമല്ല. ഉദരരോഗം കൊണ്ട് മരിക്കുന്നവൻ ഷഹീദിന്റെ കൂലിയുണ്ട്. കെട്ടിടം തകർന്ന് അതിന്റെ മുകളിൽ വെള്ളത്തിൽ വീണ് മരിക്കുന്നവൻ, വല്ല പ്രകൃതി ദുരന്തങ്ങളിലും മരിക്കുന്നവൻ, മരം പൊട്ടിച്ചാടി മരിക്കുന്നവൻ, വീട് തകർന്ന് മരിക്കുന്നവൻ, ഇങ്ങനെയുള്ള കൂട്ടത്തിൽ റസൂലുള്ളാഹി ഉദരരോഗം ബാധിക്കുന്നവർ, ഏതെങ്കിലും ഒരു ഗണത്തിൽ ഉൾപ്പെടാൻ ഞാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ച് ഒരു ദിവസത്തിൽ 5 മിനിറ്റ് അതിനു വേണ്ടി ബാക്കി വെച്ചാൽ തീർച്ചയായും അത്തരമൊരു നല്ല മരണം നമുക്കൊക്കെ പ്രതീക്ഷിക്കാം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസ് ഒന്ന് സശ്രദ്ധം മനസ്സിലാക്കി ആ ലഫ്ളുകളൊന്ന് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കും എത്താൻ പറ്റും. ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇദാ അതൈത മൽജഅക ഫതവല്ല ഉലു നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ ഏതായാലും കിടക്കാൻ പോലും നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കൊട്ടിപ്പറഞ്ഞിട്ടുള്ളൊന്നുമല്ല. ഒരു നിസ്കരിക്കാൻ വേണ്ടി എന്തെല്ലാം സൂക്ഷ്മതയോടുകൂടി കൃത്യതയോടുകൂടി കാലും കയ്യും നഖവും കാര്യങ്ങളുമൊക്കെ നനച്ച് ചെവിയിലൊക്കെ വെള്ളം തൊടാവുന്ന രൂപത്തിൽ തലയൊക്കെ തടവി കയ്യിന്റെ മൊട്ട് കാലിന്റെ ഞെരിയാനെയൊക്കെ സൂക്ഷിച്ച് കഴുകി വുളൂ ചെയ്തു. ഐമൻ, എന്നിട്ട് വലതുഭാഗം അവിടെ ചാഞ്ഞിരുന്നു, ചെരിഞ്ഞിരുന്നു. വഖൽ, എന്നിട്ട് നീ പറയും അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ എന്റെ നഫ്സിനെ ഞാൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വഫല്ലഅതു അംരി ഇലൈക, എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ വിട്ടു തന്നിട്ടുണ്ട്, ഇനി എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം.
ഇന്നലെ പറഞ്ഞില്ലേ, ഈ ഉറക്കത്തിൽ നിന്ന് വേണമെങ്കിൽ എൻ്റെ റൂഹിനെ കൊണ്ടുപോകാം. നിനക്ക് എന്നോട് സ്നേഹവും ഇഷ്ടവുമുണ്ട്, എനിക്ക് ജീവിക്കാൻ ഒരല്പം സമയം കൂടി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നന്മകൾ എൻ്റെ അക്കൗണ്ടിൽ കുറവായി നീ കാണുന്നുണ്ട് എങ്കിൽ ആ നന്മകൾ ചെയ്യാൻ എനിക്കൊരു അവസരം കൂടി നാളത്തെ പുലർച്ചയോടുകൂടി തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലി ബിദിക്രിഹി. ദുആകൾ പലതുണ്ട്. അങ്ങനെ നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യാം? വളരെ കൃത്യമായി ഞാനിതാ നിന്നിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. വേറൊരു ലഫ്ളിൽ കാണാൻ പറ്റും, വവജ്ജഹ്തു വജ്ഹിയ ഇലൈക, എന്റെ മുഖം റബ്ബേ നിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. അല്ലാഹുവേ, നിന്നോടുള്ള പ്രതീക്ഷ കാരണമായി ആശിച്ചു നിന്നോട് ഭയപ്പെട്ട് നിന്നിൽ നിന്ന് ശിക്ഷയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഇതാ ഞാൻ എന്റെ പുറം തിരിച്ചു വച്ചിരിക്കുന്നു. ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക, റബ്ബേ നിന്നിൽ നിന്നല്ലാതെ ഒരു രക്ഷയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള അഭയമോ ഇല്ല. ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബി കിതാബിക്കല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലും വനബിക്കല്ലദീ അർസൽത, നീ നിയോഗിച്ച റസൂലിൽ ഞാൻ ഇതാ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കിടന്നാൽ ഫഇമ്മിത്ത അലാ ഫിത്ര, നീ മരിക്കുന്നത് നിന്റെ വിരിപ്പിൽ കടന്നിട്ടാണെങ്കിലും ശുദ്ധ പ്രകൃതിയോടുകൂടിയുള്ള മരണമായിരിക്കും. വജ്അൽ, നിന്റെ അവസാനം പറയാ വജ്അൽ ആഖിറ മാ തഖൂലു, നിന്റെ വായിൽ നിന്ന് വരുന്ന അവസാന വാചകം അതായിരിക്കട്ടെ. ഈ ദുആ ഇതോടുകൂടി എല്ലാം പറഞ്ഞ് ഇനി സംസാരമില്ല, ഭാര്യയോടില്ല ഭർത്താവിനോടില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഒരാൾ ഉറങ്ങാൻ കിടന്ന് ആ ഉറക്കത്തിൽ മരിച്ചാൽ അയാളുടെ ജീവിതം ശോഭനീയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാകപ്പിഴവുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് നല്ല ഒരു മരണത്തെ ഈമാൻ കാമിലാകുന്ന സലീമായ ഹൃദയത്തോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് അതിന് അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിധം ജീവിതം ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസങ്ങളുമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് രോഗികളായ ആളുകൾക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി ചൊല്ലി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.